ചേട്ടാ മാട്രിമോണി വഴിയുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. ഇപ്പം ഈ കഴിഞ്ഞിടക്കുന്നൊരു വാർത്ത, ഒരു 59 വയസ്സുകാരി, അത് അവരൊരു അധ്യാപികയും കൂടിയാണ്. അവരൊരു യുഎസ് പൗരൻ തൻ്റെ ഭാര്യ എന്നുള്ള വിശ്വാസം നേടിയെടുത്ത് 2.27 കോടി രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. എന്താ ഇതേപ്പറ്റി പറയാനുള്ളത്? ഇതേപ്പറ്റി പറയുമ്പം അവനവന് സൂക്ഷിച്ചാൽ അവനവന് കൊള്ളാം. അതല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഈ കൊച്ചിയിൽ ഇതുപോലെ കൊച്ചിയിലെന്നല്ല ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെയുണ്ട്. പക്ഷെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഒരു യുവതിക്ക് 3.38 കോടി രൂപയാണ് നഷ്ടമായത്. അവരുടെ വീട് വരെ പണയം വെച്ചിട്ടാണ് ഈ മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട ഡോക്ടർ യുവാവ് പരിചയപ്പെടുന്നു. മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് പരിചയം സ്ഥാപിക്കുന്നത്. അപ്പോൾ ഡോക്ടറാണ്, വിദേശത്തെ ഡോക്ടറാണെന്ന് ഉം. പറഞ്ഞു. അങ്ങനെ അവർ നിരന്തരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ സംസാരിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് വരും. ഈ കല്യാണം കഴിക്കാൻ പോകുന്ന യുവതിയെ കാണാൻ. അപ്പോൾ അവർക്ക് സന്തോഷമായി. തൻ്റെ ഭാവി വരൻ കല്യാണത്തിന് മുന്നേ തന്നെ സമ്മാനങ്ങളുമായി വരികയാണ്. കോടിക്കണക്കിന് രൂപയുള്ള സമ്മാനങ്ങളുമായി വരിക. വിദേശത്താണല്ലോ. ഉം. ഒരു ദിവസം ഫോൺ വന്നു. കൊച്ചിയിലുണ്ട്. സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നു. പക്ഷേ ഈ സമ്മാനം കസ്റ്റംസ് പിടിച്ചു വച്ചിരിക്കുകയാണ്. എയർപോർട്ടിൽ കസ്റ്റംസ് പിടിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ അത് വിട്ട് കിട്ടണമെങ്കിൽ പൈസ വലിയൊരു തുക ചോദിക്കും. വലിയൊരു തുകയാകും. അങ്ങനെ ഈ പാവം ഈ വീടൊക്കെ കൊണ്ട് പണയം വെച്ചിട്ട് 3.38 കോടി രൂപ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന് അയച്ചു കൊടുത്തു. ആ കാശ് കിട്ടിയതോടുകൂടി അയാൾ ബ്ലോക്ക് ചെയ്ത് അയാളുടെ പാട്ടിന് പോയി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതുപോലെ പത്തനംതിട്ടയിലൊരു യുവതി അവരുടെ ഫോട്ടോ വെച്ചിട്ട് രേഖ എന്നാണ് അവരുടെ പേര്. ഒരു ദിവസം നോക്കിയപ്പോൾ ഈ മാട്രിമോണിയൽ സൈറ്റിൽ അവരുടെ ഫോട്ടോ കിടക്കുന്നു. അതായത് അവർക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഈ മക്കളുള്ള സ്ത്രീയുടെ ഫോട്ടോ ആഹ്, ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തിട്ട് ഉം. അതിനകത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവരത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അവരുടെ ഫോട്ടോ വന്നതെന്ന് അറിയണമല്ലോ. അങ്ങനെ സഹോദരന് വിവാഹ ആലോചന എന്ന് പറഞ്ഞിട്ട് അവർ അതിൻ്റെ പിന്നാലെ പോയി. അങ്ങനെയാണ് അവരത് കണ്ടുപിടിക്കുന്നത്. ആഹ്, ഈ പണം തട്ടുന്ന ആളുകൾ ഒരുപാട് മാട്രിമോണിയൽ സൈറ്റുകളിൽ ഇങ്ങനെയുണ്ട്. അങ്ങനെ പോയപ്പോഴാണ് പറക്കോട് സ്വദേശി കെ.സി. രാജൻ, ഭാര്യ ബിന്ദു രാജൻ ഇവർ രണ്ടുപേരെയും പിടിക്കുന്നത്. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ഓരോരുത്തരുടെയും പടം എടുക്കുക, ഇങ്ങനെ വെക്കുക. അന്നത്തെ എന്നിട്ട് അതെ. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോയാണ്. ഇത് മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് നമ്പർ എടുക്കും, ഫോൺ നമ്പർ എടുക്കും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ തപ്പിയിട്ട് ഈ ഫോട്ടോ വെക്കും. എന്നിട്ട് പെണ്ണ് കാണൽ ചടങ്ങ്, ബാക്കി നടപടി എന്നൊക്കെ പറഞ്ഞിട്ട് രൂ. 1,500 ഗൂഗിൾ പേ. 1,500 രൂപയാണ്. രൂ. 1,500 മുതൽ ഗൂഗിൾ പേ ചെയ്യാൻ പറയും. ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ. വേറൊരാൾക്കാണെങ്കിൽ 85,00,000 ഒരു പൂനെയിലുള്ള ഒരാൾക്ക് നഷ്ടമായത്. അതൊരു യുവതിയാണ്. ആ യുവതിയിൽ ഇതുപോലെ 85,00,000 രൂപ. അതിൻ്റെ ഒരു തുടർച്ച എന്ന് ട്രിവാൻഡ്രത്ത് ഇതുപോലെ വേറൊരു ഒരു മുഹമ്മദ് റമീസ് അത് ഇതുപോലെയാണ്. ഈ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കുക, മാട്രിമോണിയൽ സൈറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നുമൊക്കെ യുവതികളുടെ ഫോട്ടോ എടുക്കുക. ഈ സൈറ്റിനകത്ത് ജില്ലയുടെ പേരൊക്കെ കൊടുത്തിട്ട് ഇടപാടുകാർക്ക് ഇയാളുടെ സഹായികളുണ്ട്. അപ്പോൾ ഈ സഹായികൾ വിളിച്ചിട്ട് ഇടപാടുകാരുമായിട്ട് ബന്ധുവാണെന്ന് പറഞ്ഞ് സംസാരിക്കും. എന്നിട്ട് ക്യാഷ് വാങ്ങിക്കും. ക്യാഷ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതും ഈ പറഞ്ഞ പോലാണ്. രൂ. 1,400 രൂപയാണ് മിനിമം റേറ്റ്. അത് വാങ്ങിച്ചിട്ട് ബ്ലോക്ക് ചെയ്യും. പിന്നെ നമ്പർ ഇല്ല. അപ്പോൾ കുറേ പേരൊക്കെ പരാതിയായിട്ട് പോകും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ കാലമാകുമ്പോൾ, ഓൺലൈൻ കാലമാകുമ്പോൾ അങ്ങനെയാണല്ലോ. പണ്ട് അങ്ങനെയല്ല. അതിപ്പം നമ്മളൊരു മാരേജ് ബ്യൂറോയിൽ ചെന്ന് രജിസ്റ്റർ ചെയ്താൽ കുറേ ലിസ്റ്റ് നമുക്കിങ്ങനെ തരും. അപ്പോൾ നമ്മുടെ വിചാരം മാരേജ് ബ്യൂറോക്കാർ ഇപ്പം നമ്മുടെ കല്യാണം നടത്തി തരുമെന്നാണ്. അങ്ങനെയൊന്നുമില്ല. അവിടെ രജിസ്റ്റർ ചെയ്താൽ നമ്മുടെ കാശ് വാങ്ങിച്ചിട്ട് അവരൊരു ലിസ്റ്റ് ഇങ്ങനെ നമുക്ക് തരും. ഇതിനകത്ത് ഇത് ഉള്ളതാണോ ഇല്ലയോ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഒന്നുകിൽ ഇത് കാണത്തില്ല. ആ നമ്പറിൽ വിളിക്കുമ്പോൾ അവർ അങ്ങനെ നിലവിലില്ലാത്ത ആളുകളായിരിക്കും. അല്ലെങ്കിൽ അവരുടെ കല്യാണം കഴിഞ്ഞ് 10ഉം 15ഉം വർഷമായി കാണും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് അന്നുണ്ടായിരുന്നു. അതിൻ്റെ വേറൊരു വെർഷനാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത് വളരെ എളുപ്പത്തിൽ ആളുകളെ നമുക്ക് ഈ കാരണം ആളുകൾക്ക് എപ്പോഴും ഒരു കൂട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. വിവാഹിതരാകണം എന്നാഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവരെ എളുപ്പത്തിൽ പറ്റിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് മാറിയിരിക്കുന്നത്. ഈ 59 വയസ്സുള്ള വിധവ അവരൊരു അധ്യാപികയും കൂടിയാണ്. അധ്യാപികയാണ്. അപ്പോൾ അവർക്കും ഇങ്ങനെ 59 വയസ്സുണ്ട്. ഒറ്റയ്ക്കാണ്. ഉം. വേറെ ആരുമില്ല. കൂട്ടിനാരുമില്ല. അപ്പോൾ അതുകൊണ്ടൊരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായിട്ടും ഉം. അവർക്കൊരു കൂട്ട് എല്ലാരും വേണം ആഗ്രഹിക്കുന്നതാണ്. ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അവരങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് ഈ ബാംഗ്ലൂരിൽ താമസിക്കുന്ന അധ്യാപികയാണ്. ഉം. അങ്ങനെ അവർ ഈ മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെടുന്ന അഹാൻ കുമാർ എന്നാണ് അയാളുടെ പേര്. അയാൾ യുഎസ് പൗരനാണ് ഉം. എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയത്. അഹാൻ കുമാർ. 2019 ഡിസംബറിലാണ് അഹാൻ കുമാറുമായി ഇവർ പരിചയപ്പെടുന്നത്. അപ്പോൾ പരിചയപ്പെട്ട സമയം മുതൽ
അഹാൻ കുമാർ തൻ്റെ ഭാര്യയാണ് ഇവർ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവർ പറഞ്ഞ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എന്നും വിളിച്ച് സംസാരിക്കും. വളരെ പക്വതയോടെയാണ് സംസാരിക്കുക. അത് മാത്രമല്ല സ്നേഹവും കരുതൽ കരുതലും. കരുതലും സ്നേഹവും സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അത് വളരെ കരുതലോട് കെയർ അല്ലേ? സ്ത്രീകൾ നമുക്ക് ചോദിച്ചാൽ പെട്ടെന്ന് സ്ത്രീകൾ പറയുന്നവർക്ക് കെയർ കിട്ടുക. അതുപോലെ സ്നേഹം. അപ്പോൾ ഇത് രണ്ടും കൊടുക്കുന്ന വളരെ പക്വതയോടെ സംസാരിക്കുന്ന അഹാൻ കുമാർ. അപ്പോൾ അഹാൻ കുമാറുമായിട്ട് വളരെ പെട്ടെന്ന് ഇവർ അടുത്തു. അടുത്തു. ഒരു ഭാര്യയോട് എങ്ങനെയാണോ ഇടപെടുന്നത് അതുപോലെയാണ് ഇയാൾ ഈ അധ്യാപികയോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ ഈ തുർക്കിയിലെ ഇസ്താംബുളിലെ കമ്പനിയുടെ ഡ്രില്ലിംഗ് എഞ്ചിനീയറാണ് എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെട്ടത്. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം തുർക്കിയിലെ കമ്പനിയിലെ ഡ്രില്ലിംഗ് എഞ്ചിനീയർക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ കാശില്ല. സംസാരിച്ചപ്പോൾ വിശന്നിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പാവം തോന്നിയിട്ട് ഇവർ ക്യാഷ് ഇട്ട് കൊടുത്തു. ഇവർക്ക് നഷ്ടപ്പെട്ടത് പിന്നെ ചെറിയ തുകയൊന്നുമല്ല, 2.27 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യാഷ് ഇട്ട് കൊടുത്തിട്ടാണ് തുടക്കം. ഇയാൾ ഈ പറഞ്ഞ ഒരു പിന്നെ അക്കൗണ്ടിലേക്കാണ് അവർ ക്യാഷ് ഇട്ട് കൊടുത്തത്. ആ ക്യാഷ് ഇട്ട് കൊടുത്തു. 2020 ജനുവരിയിലാണ് ഈ ഭക്ഷണം കഴിക്കാൻ കാശില്ലെന്ന് പറയുന്നത്. 2019 പരിചയപ്പെട്ടു. 2020 ജനുവരിയിൽ ഓൺലൈൻ ഇടപാട് വഴിയാണ് ക്യാഷ് ഇട്ട് കൊടുത്തത്. പിന്നീട് ഓരോ തവണയായിട്ട് ഇയാളുടെ ചികിത്സയ്ക്ക് കാശ്, മരുന്നിന് അല്ല ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്, മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അതെ, ഇങ്ങനെ ഓരോ തവണയും. അതുപോലെ പിഴത്തുക, പെറ്റി അടിച്ചാൽ ഉടനെ ഇവരെ വിളിക്കും. അപ്പോൾ ഇതുവരെ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ജീവിത ചെലവ്, ചില സമയത്ത് നമുക്ക് പല പല ആവശ്യങ്ങളാണല്ലോ മനുഷ്യന്. അപ്പോൾ അതിനെല്ലാം ഈ പാവം സ്ത്രീ, ഇയാളെന്തായാലും കല്യാണം കഴിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ്, ഭർത്താവിനെ പോലെ തന്നെയാണ് പെരുമാറുന്നത്, ഭാര്യയെ പോലെയാണ് അയാൾ ഇവരെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ക്യാഷ് അയച്ചു കൊടുത്തു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ 2.27 കോടി രൂപയാണ് ഇയാൾ പല സമയങ്ങളിലായി ഇവരെ നിന്ന് വാങ്ങിച്ചത്. പല ബാങ്കുകളിൽ നിന്ന് ഇവർ ഇന്ത്യയിലെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ ക്യാഷ് ഇട്ട് കൊടുക്കുകയും ചെയ്തത്. അതിനുശേഷം പണം ഇവർ പലതവണ ചോദിച്ചു. അപ്പോഴൊന്നും പണം ഓരോ ന്യായം ആ പിന്നത്തേക്ക് പിന്നത്തേക്ക് നീട്ടി. അങ്ങനെ നീട്ടുമ്പോൾ തന്നെ പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് 3.35 ലക്ഷം രൂപ, എന്തോ അത്യാവശ്യം വന്നപ്പോൾ ഇവരെ വിളിച്ച് 3.35 ലക്ഷം രൂപ ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇവർ നേരത്തെ കൊടുത്ത ക്യാഷ് കിട്ടിയിട്ടില്ല, അപ്പോഴാണ് അടുത്തത് ചോദിക്കുന്നത്. അപ്പോൾ ഇവർ ഒക്ടോബർ 3-ാം തീയതി പോലീസിൽ പരാതിയായിട്ട് പോയി. യഹാൻ കുമാറിനെ തിരഞ്ഞ് പോലീസ് ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരുപാട്, അതല്ലാതെ ഇപ്പം നമ്മൾ കല്യാണം ഈ 25 കല്യാണം കഴിച്ച ഒരു യുവതിയുണ്ട്. മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ടിട്ട് കല്യാണം കഴിക്കുക, കല്യാണം കഴിഞ്ഞിട്ട് പണവും സ്വർണവും അഴിച്ചുകൊണ്ട് പോവുക. അത് ഇവിടെ അല്ല, അത് ഭോപ്പാലിലാണ്. അപ്പോൾ ഭോപ്പാലിൽ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് 25 കല്യാണം കഴിച്ച ഒരു യുവതിയുണ്ട്. മാട്രിമോണിയൽ സൈറ്റ് വഴി കല്യാണം കഴിച്ചു. അനുരാധ എന്നാണ് അവരുടെ പേര്, അനുരാധ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് മാട്രിമോണിയൽ സൈറ്റ് ഒരു ഉപജീവന മാർഗമാക്കി. കാരണം ഏറ്റവും എളുപ്പം കാശ് തട്ടാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരാരാണ് ഈ ഭൂമിയിലുള്ളത്? അപ്പോൾ അവരെയൊക്കെ പറ്റിക്കാൻ, പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ സ്നേഹം നടിച്ച്, ഇത് രണ്ടു കൂട്ടരുമുണ്ട്, പുരുഷന്മാർ മാത്രമല്ല പറ്റിക്കുന്നത്, യുവതികളും സ്ത്രീകളും ഒക്കെ ഇതിൻ്റെ പേരിൽ. ഇപ്പോൾ ഇവിടെ ദമ്പതികൾ പറ്റിച്ചു എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേര്, ധാരാളം ആളുകൾ മാട്രിമോണിയൽ സൈറ്റ് വഴി ആളുകളെ പറ്റിക്കും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ്. ഇനിയും ആളുകൾ വരും മാട്രിമോണിയൽ സൈറ്റിൽ. എത്രയോ പേര് തലവെച്ച് കൊടുത്തിട്ടുള്ള. ഞാൻ പറഞ്ഞ ഏറ്റവും നല്ലത് നമ്മൾ ഒന്നിൽ പ്രണയിച്ച് കല്യാണം കഴിക്കും, അല്ലേ? അപ്പോൾ പരസ്പരം നമുക്കറിയാമല്ലോ, പ്രണയിച്ച് കല്യാണം കഴിക്കാം. അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആളിനെ കല്യാണം കഴിക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്ത് പണ്ട് ഒരുപാട് ബ്രോക്കർമാരുണ്ടായിരുന്നു. അവരാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ മാട്രിമോണിയൽ സൈറ്റ് വഴി ഒരുപാട് കല്യാണാലോചനകൾ നന്നായി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് വളരെ നമുക്ക് വിശ്വാസ്യതയുള്ള ആപ്പുകളുണ്ടല്ലോ, ധാരാളം മാട്രിമോണിയൽ സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ എത്രയോ മാരേജ് ബ്യൂറോസ് ഉണ്ട്. അപ്പോൾ ആ മാട്രിമോണിയൽ സൈറ്റുകൾ വഴി നമ്മൾ പോവുക. അല്ലാതെ നമുക്കറിയാത്ത മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന്. പക്ഷേ മാട്രിമോണിയൽ സൈറ്റുകാരുടെയും കുഴപ്പമല്ല, ഇത് മാട്രിമോണിയൽ സൈറ്റിൽ ചെന്ന് പരിചയപ്പെടുന്നതാണ്. അവിടെ ഒളിഞ്ഞിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവിടെ ഇങ്ങനെ ഇര പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ സൈറ്റിനെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. മാട്രിമോണിയൽ സൈറ്റിൽ ഇരിക്കുന്ന ചില ആളുകൾ ഇങ്ങനെ വന്ന് വീഴുന്ന, ഇതിപ്പോൾ 59 വയസ്സുള്ള ഒരാളും ധാരാളം കാശുള്ള ആളുമാണെന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി അവർക്ക് ജീവിതത്തിലൊരു കൂട്ട് വേണം. അപ്പോൾ ആ ആളിനെ മനസ്സിലാക്കിയിട്ട്
ആ ഒരു സംസാരിച്ച് വിശ്വാസം വിശ്വാസം നേടിക്കൊണ്ട് നേടിയെടുക്കുകയും അവർക്ക് രക്ഷപ്പെട്ടു. സ്നേഹവും കരുതലും ഒക്കെ ദൂരെ ഇരുന്നാണെങ്കിലും കൊടുത്ത് അപ്പോൾ അവർ ആലോചിച്ച് കാണും ഇപ്പോൾ അടുത്താണെങ്കിൽ ഇയാൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവതിയായേനെ എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് ഇത്രയും തുക നഷ്ടപ്പെട്ടത്. അപ്പോൾ വളരെ സൂക്ഷിക്കാമെന്നേ നമുക്ക് പറയാനുള്ളൂ. ശരി.